നമസ്കാരം, ഹാരിസാണ് ചാനൽ RBയിൽ നിന്ന്. കഴിഞ്ഞ ശനിയാഴ്ച ഓഗസ്റ്റ് 31 രാവിലെ കാസർഗോഡ് കീഴൂർ കടപ്പുറത്ത് നിന്ന് കാണാതായ മുഹമ്മദ് റിയാസ് എന്ന യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു വരികയാണ്. എന്നാൽ ഇതുവരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ള ദുഃഖകരമായ സംഭവമാണ് ഇപ്പോഴും നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിഷമത്തിൽ, നാട്ടുകാരുടെ, അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും ദുഃഖത്തിലും വിഷമത്തിലും പ്രയാസത്തിലും നമ്മളും പങ്കുചേരുകയാണ്. പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി കർണാടകയിലെ മുങ്ങൽ വിദഗ്ധനായ ഈശ്വരമൽപ്പയും സംഘവും ഇന്ന് കീഴൂർ കടപ്പുറത്ത് എത്തി വിശദമായ രീതിയിൽ പുഴയിൽ ഇറങ്ങിക്കൊണ്ട് അവർ തിരച്ചിൽ നടത്തി. എന്നാൽ അതിനൊരു ഫലവും ഉണ്ടായില്ല എന്നുള്ള ദുഃഖകരമായ സംഭവമാണിപ്പോൾ നമുക്ക് പറയാനുള്ളത്. വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലുമാണ് കീഴൂർ പ്രദേശം, ചുമനാട് പ്രദേശം. അത് കൂടാതെ തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറയുന്നത് നാളെ മുതൽ 5-ാം തീയതി മുതൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരായിരിക്കുന്ന സ്കൂബ ഡൈവിംഗ് ടീം നാളെ കീഴൂർ കടപ്പുറത്ത് എത്തും. അവർ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ കീഴൂർ മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ഒരു ഷിപ്പും കടലിലൂടെ ഒരു തിരച്ചിലും നടത്താൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ഇതുകൊണ്ടും വളരെയധികം പ്രതീക്ഷയിലാണ് കുടുംബം ഇപ്പോഴും കഴിയുന്നത്. 4 ദിവസം പിന്നിട്ടിരിക്കുന്നു, അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രവാസിയായ യുവാവാണ് അദ്ദേഹം. ചൂണ്ടയിടുന്ന ഒരു ഹോബിയുള്ള ആളാണ്. അങ്ങനെയാണ് ശനിയാഴ്ച പുലർച്ചെ സുബഹി നിസ്കാരത്തിന് ശേഷം ചൂണ്ടയിടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കീഴൂർ കടപ്പുറത്ത് പുലിമുട്ടിനടുത്ത് എത്തിയത്. അവിടെ അദ്ദേഹം ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബൈക്കും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മിസ്സിംഗായി, പുഴയിൽ വീണ് ഇല്ലെങ്കിൽ കടലിൽ പോയി എന്നുള്ള രീതിയിലേക്ക് തിരച്ചിൽ വ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം വളരെയധികം ശ്രമം നടത്തി. ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളൊക്കെ ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. കാസർഗോട്ടെ ജനപ്രതിനിധികൾ, കാസർഗോഡ് MLA, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA, ഉദുമ MLA, CH കുഞ്ഞുമ്പു അടക്കമുള്ള ആളുകളൊക്കെ നിരന്തരമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ജില്ലാ ഭരണകൂടം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സംസ്ഥാന ഭരണകൂടം വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ള ആരോപണം നാട്ടുകാർക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ വൻതോതിൽ പ്രതിഷേധം അടക്കം രേഖപ്പെടുത്തിയിരുന്നു. റോഡ് തടഞ്ഞുകൊണ്ടുള്ള, സംസ്ഥാന പാത തടഞ്ഞുകൊണ്ടുള്ള സമരമടക്കം അവർ നടത്തിയിരുന്നു, പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഒരു രീതിയിലെങ്കിലും ജില്ലാ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തി ഇപ്പോൾ നാളെ മുതൽ നാവികസേനയുടെ സ്കൂബ ടീം അടക്കമുള്ള സംഘങ്ങൾ തിരച്ചിലിനായി എത്തും എന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പ്രതിഷേധമൊക്കെ അറിയിച്ചതിന് ശേഷമാണ് നമ്മളുടെ ഭരണ സംവിധാനം ഉണർന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശിരൂരിൽ മലയാളികൾ കാണിച്ച ആ ഒരു ആവേശം പോലും, ആ ഒരു ജാഗ്രത പോലും നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിൽ കാസർഗോഡ് കീഴൂരിൽ സംസ്ഥാന ഭരണകൂടം കാണിച്ചില്ല എന്നുള്ള ആരോപണം നാം ഗൗരവകരമായി കാണണം. നാട്ടുകാരുടെ പ്രതിഷേധം വലിയ തോതിൽ ഇപ്പോൾ അണപൊട്ടി വരികയാണ്. ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ വേണ്ടവിധം കാര്യക്ഷമമായി ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധവും പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാട്ടുകാർ ഒരുങ്ങും എന്നുള്ളതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ സമരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ മുതൽ നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം കീഴൂരിലെത്തി പരിശോധന നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതുകൂടാതെ കാസർഗോഡ് മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ കടലിൽ തിരച്ചിൽ ഉണ്ടാകും എന്നും ഇപ്പോൾ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നാളെ നടത്തുന്ന തിരച്ചിലിൽ റിയാസിനെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.